എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ. എൻ്റെ പ്രിയമുള്ളവരത് എല്ലാവരെ കൊണ്ടും കഴിയുന്ന ഒരു കാര്യമല്ല. നിസ്കാര തഴമ്പ് കൊണ്ടോ താടിയുടെ നീളം കൊണ്ടോ അല്ലെങ്കിൽ പ്രവാസകനാണെന്ന് പറഞ്ഞിട്ടോ പള്ളിയിലെ ഖത്തീബാണെന്ന് പറഞ്ഞിട്ടോ ഹാജിയാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. മരിക്കുന്ന സമയത്തൊരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ആഗ്രഹമുള്ളവർ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു സൂറത്ത്, ആ ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ഈ സദസ്സിൽ വെച്ച് പഠിച്ച് ഓതിയിട്ട് വേണം പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറയുവാനും കേൾക്കുവാനും ആ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് തൻ്റെ അനുയായികളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുവന്നു നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് 6 അടി മണ്ണിനകത്തേക്ക് ആ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വെക്കുകയാണ്. മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മയ്യത്ത് ഇറക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും ആ കബറിന്റെ മുകളിൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, എല്ലാവരും ആ കബറിനകത്തേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും ആ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്തിട്ട് എല്ലാവരും മടങ്ങിപ്പോയി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് മാത്രം ആ കബറിന്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കൂടെ വന്നവരെല്ലാവരും പള്ളിക്കാട്ടിൽ നിന്ന് മടങ്ങി പോകുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് ഇങ്ങനെ തനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്റെ കൂടെ വന്ന അനുയായികൾ ചോദിച്ചു, അല്ല തങ്ങളെ, ഈ മയ്യത്തിനോടുള്ള കടമകളും കടപ്പാടുകളും എല്ലാം കഴിഞ്ഞല്ലോ, മയ്യത്തിനെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കബറടക്കി, ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് ഈ കബറും കാട്ടി നിൽക്കുന്നത്, അങ്ങ് വരുന്നില്ലേ എന്ന് തന്റെ കൂടെ വന്ന അനുയായികൾ മുഴുവനും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുമ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം ഈ പള്ളിക്കാട്ടിലൊന്ന് നിൽക്കണം. ഞാൻ വന്ന് കിടക്കേണ്ട സ്ഥലമാണല്ലോ, എല്ലാവരുടെയും പര്യവസാനം ഇവിടെയാണല്ലോ, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരും ഉപദ്രവിക്കാൻ പാടില്ല, എല്ലാവരും അവരുടെ കാര്യം നോക്കിയിട്ട് പൊയ്ക്കൊള്ളുക, ഞാനൊരൽപ്പം സമയം ഈ പള്ളിക്കാട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി, അല്ലാഹുവേ പടച്ചവനെ, ആ പള്ളിക്കാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കബറിന്റെ ചാരത്ത് ചെന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളിക്കാട്ടിലെ ഒരു പഴക്കം ചെന്ന കബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഒന്നും മിണ്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. മിണ്ടാതെ ഇങ്ങനെ കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കബർ അതാ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. കബറിന്റെ ചാരത്തിരുന്ന് കരയുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് ആ കബർ അവിടെ നിന്ന് ചോദിച്ചു, ഒരുപാട് സമയമായല്ലോ എൻ്റെ അടുക്കൽ വന്നിരുന്ന് കരയാൻ തുടങ്ങിയിട്ട്, എന്തേ എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ നടന്നു പോയ പലരും എൻ്റെ വയറ്റിന്റെ ഉള്ളിലാണല്ലോ, അതുകൊണ്ട് എൻ്റെ വയറ്റിനകത്ത് കിടക്കുന്ന മനുഷ്യനെ